الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ സ്ഥാനം നേടാൻ സാധിക്കുന്ന അതീവ ഭാഗ്യവാന്മാരായ അള്ളാഹുവിൻ്റെ അടിമകളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ തൗബയിലൂടെ ആന്തരികമായ വിശുദ്ധിയും അതോടൊപ്പം തന്നെ ത്വഹാറത്ത് ബാഹ്യമായ വിശുദ്ധിയും രണ്ടും നേടിയെടുത്തുകൊണ്ട് ജീവിതത്തെ വിമലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിൽ പ്രധാനമായി വിശ്വാസികളിൽ ഉണ്ടാകേണ്ടുന്ന ചില ഗുണങ്ങൾ പടച്ച തമ്പുരാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് സൽവിചാരം വെച്ചു പുലർത്തുക എന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ല ചിന്തയും നല്ല വിചാരവും മാത്രം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ദീനിന്റെ തന്നെ ഏറ്റവും അടിസ്ഥാനമായ ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദീനു അന്നസ്വിഹ, മതമെന്നത് ഗുണകാംക്ഷയാണ്. അതിവിശാലമായ ആശയം അടങ്ങിയിട്ടുള്ള ഒരു വചനമാണത്. മതമെന്നത് ഗുണകാംക്ഷയാണ്. സ്വഹാബത്ത് ചോദിച്ചു, ആരോട് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളാണ് അതിന്റെ മറുപടിയായി പഠിപ്പിച്ചത്. ലില്ലാഹി വറസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. 1 അല്ലാഹുവിനോടുള്ള ഗുണകാംക്ഷ, 2 പ്രവാചകനോടുള്ള ഗുണകാംക്ഷ, 3 മുസ്ലിം നേതാക്കളോടുള്ള ഗുണകാംക്ഷ, 4 മുസ്ലിം പൊതുജനങ്ങളോടുള്ള ഗുണകാംക്ഷ. ഒന്നാമത്തേത് അല്ലാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞാൽ പടച്ചവനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉന്നതമായ സൽവിചാരമാണ് ഒരു വിശ്വാസി വെച്ചു പുലർത്തേണ്ടത് എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചതായി കാണാം, ഇന്ന ഹുസ്നൽ ബില്ലാഹി മിൻ ഹുസ്നി ഇബാദത്തില്ലാ. ഇമാം തുർമുദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. തീർച്ചയായും അല്ലാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം വെച്ചു പുലർത്തുക എന്നത് അല്ലാഹുവിന് നൽകുന്ന ഏറ്റവും പ്രധാനമായ ആരാധനയാണ്. പടച്ചവൻ അവൻ റഹ്മാനാണ്, റഹീമാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ റഊഫാണ്, അങ്ങേയറ്റം അലിവുള്ളവനാണ്, അവൻ മുജീബുദ്ദുആയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്, എൻ്റെ ഈ പ്രതിസന്ധി നീക്കുന്ന, എന്നോട് കാരുണ്യം കാണിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്നപാനീയങ്ങളെല്ലാം നൽകിയ റഹ്മാനാണ് റബ്ബ്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാൽ അതിലുപരി അവൻ എന്നെ തിരികെ ഇങ്ങോട്ട് സ്നേഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്,
ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മരണത്തിന് മുമ്പ് തീർച്ചയായും ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ ഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും തന്നെ മരിച്ചു പോകരുത് എന്ന് അവിടുന്ന് തന്റെ മരണത്തിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു വസിയ്യത്തിൽ സൂചിപ്പിച്ചതായി സഹാബത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ മരിച്ചു പോകുമ്പോൾ റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരത്തോടുകൂടിയാകണം ഒരു വിശ്വാസി മരിച്ചു പോകേണ്ടത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ ഈ വിഷയവും മറ്റൊരു തരത്തിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അങ്ങനെയായിരിക്കും ഞാൻ എന്നതാണ്. അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം നമ്മൾ വെച്ചു പുലർത്തിയാൽ, ഈ രോഗം ഇതൊരു പരീക്ഷണമാണ്, റബ്ബ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പടച്ചോൻ തന്നൊരു പരീക്ഷണമാണ് എന്ന് രോഗത്തിന്റെ തിഷ്ഠമായ അവസ്ഥയിലെത്തുമ്പോൾ റബ്ബിനെ കുറിച്ച് സൽവിചാരം വെച്ചു പുലർത്തിയാൽ അല്ലാഹു ആ രോഗം സുഖപ്പെടുത്താൻ മതിയായവനാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ റബ്ബ് നൽകിയ ഒരു പരീക്ഷണമാണിത്. ഇന്ന് കയറ്റമാണെങ്കിൽ നാളെ ഇറക്കമാകാമെന്ന ശുഭപ്രതീക്ഷ അല്ലാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ പ്രതിസന്ധി അല്ലാഹു നീക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം, അതേ പ്രകാരം തന്നെ പ്രവാചകനെ കുറിച്ചുള്ള സദ്വിചാരം. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്തു പഠിപ്പിച്ചിട്ടുണ്ടോ അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അവിടുന്ന് എന്ത് വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തം ഇച്ഛപ്രകാരം അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതുകൊണ്ട് ആ റസൂൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഇന്ന് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ ഞാനത് തള്ളേണ്ടതില്ല. കാരണം സ്ഥലകാല പരിമിതിക്കുള്ളിലാണ് ഞാൻ ജീവിക്കുന്നത്. സ്ഥലകാലങ്ങളുടെ പരിമിതിയില്ലാത്ത റബ്ബുൽ ആലമീൻ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന സന്ദേശം എന്റെ ബുദ്ധിക്ക് പലപ്പോഴും ഇന്നുൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹം ആവശ്യമില്ല. അതുകൊണ്ട് ആ റസൂലിനെ സ്നേഹിക്കുകയും ആ റസൂലുള്ള കൊണ്ടുവന്ന അതുല്യമായ അനിതരമായ ആ ചര്യയെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മുറുകെ പിടിക്കുകയും ചെയ്യുക, ആ പ്രവാചകന്റെ കാര്യത്തിൽ ഗുണകാംക്ഷിയായി തീരുക. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയുള്ള നിതാന്തമായ ദുആ, ഇതൊക്കെ ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതേ പ്രകാരം തന്നെ പൊതുസമൂഹത്തിന്റെ വിഷയത്തിലും ഞാൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള സൽവിചാരം, അവർക്ക് നന്മ വരണം എന്നുള്ള ആഗ്രഹം, അതിന് നേരെ വിരുദ്ധമാണ് സൂഉല്ലന്ന് എന്ന് പറയുന്നത്. ഊഹങ്ങളാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഇമാം ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്നു, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. കാരണം സംസാരങ്ങളിൽ ഏറ്റവും വലിയ കളവാകാൻ ഇടയുള്ളത് ഊഹമാണ്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ ആകണമെന്നില്ല വസ്തുത എന്നത്. അതുകൊണ്ട് ഊഹങ്ങളുടെ പിറകെ പോയാൽ അപകടങ്ങളിലേക്കാണ് വന്നു ചേരുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്ത് 12-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഞാനിവിടെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ളത്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വൈയക്തികവും സാമൂഹികവുമായ മേഖലകളിലെ ഉത്തമമായ ഗുണങ്ങളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, ഇജ്തനിബു കസീറം മിനല്ലന്ന, വർദ്ധിച്ച ഊഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ വർജിക്കുക. കാരണം ഇന്ന ബഅദല്ലന്നി ഇസ്മ, ഊഹങ്ങളിൽ ചിലത് പാപമായി തീരാൻ ഇടയുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ ദുഃഖകരമായൊരു സംഭവമായിരുന്നല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ പേരിൽ അപവാദം പ്രചരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധയായ ജീവിതം നയിച്ച, പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുത്ത, ലോകത്തിന് വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്രമാത്രം വേദനിക്കേണ്ടി വന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നാളുകൾ തീതിന്ന് ജീവിക്കേണ്ടി വന്നു. സഹാബത്ത് എത്ര പ്രയാസത്തിലായി തീർന്നു.
മനസ്സ് ദുഷിച്ച ചില ആളുകൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പരത്തിയ ഒരു ദുഷ്പ്രചരണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തു നൂറിലെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ വിശ്വാസികളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഊഹങ്ങളെ പിൻപറ്റുന്ന, അപവാദങ്ങളെ പ്രചരിപ്പിക്കുന്ന, അതിന്റെ ദുരന്ത ഫലം ഇഹത്തിലും പരത്തിലും എത്രമാത്രം ഗൗരവതരമായി തീരുമെന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാം മനുഷ്യന്റെ വിശ്വാസരംഗത്തെ, മനുഷ്യന്റെ പരസ്പരമുള്ള പെരുമാറ്റ മേഖലകളെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് ആ വചനങ്ങൾ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെക്കുറിച്ചും മോശമായ ഒരു ചിന്ത വെച്ചു പുലർത്താതിരിക്കുക എന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രധാനമായ ഗുണമാണ്. പലപ്പോഴും നമുക്കറിയാം ഊഹങ്ങൾ എത്ര പാപമാണ് എന്നല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഉപകാരം ചെയ്താൽ പോലും ഉപദ്രവമായി തീരുന്ന ഒരവസ്ഥ. നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അയൽപക്കവുമായി ബന്ധപ്പെട്ട് നല്ല വിചാരത്തോടുകൂടി ഒരു കാര്യം ചെയ്തായിരിക്കും, മറ്റേയാളുടെ ചിന്ത പോയത് നേരെ വിപരീതമായിരിക്കാം. അതുകൊണ്ട് നന്മ ആഗ്രഹിച്ച് ചെയ്തതിന് പോലും ദുരന്തത്തിന്റെ പരിണിതി ഉണ്ടായിത്തീരുന്നു. ആളുകളുമായി ബന്ധപ്പെട്ടെടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിനെ മറ്റൊരു വീട്ടിൽ കണ്ടാൽ ഒരു പക്ഷേ അയാൾ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാകും. പക്ഷെ എന്താ ഇപ്പോ അവൻ ഗൾഫിലുള്ള ആ വീട്ടിൽ ഇപ്പൊ അവന് പോകേണ്ടത് ആവശ്യം എന്താണ്? നമ്മുടെ മനസ്സിന്റെ വൃത്തികേടാണ് മറ്റൊരാളുടെ പേരിൽ ആരോപിക്കാൻ പലപ്പോഴും പ്രേരകമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഈ വിഷയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി വചനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി തന്നു. ഒന്ന്, തെറ്റിദ്ധാരണയുണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ബാറുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചാലും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവൻ എന്താ കരുതുക? അതുകൊണ്ട് അവിടേക്ക് പോകാതിരിക്കണം. തിന്മയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം. സഫിയ റളിയല്ലാഹു തആല അൻഹ അൻ സഫിയ്യത ഇബ്നതി ഹുയയ്യിന്റെ മകളായ പ്രവാചകന്റെ പത്നി സഫിയ റളിയല്ലാഹു തആല അൻഹ പറയാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫ്. നമുക്കറിയാവുന്ന സംഭവമാണ്. ഒരു റമദാനിൽ പ്രവാചകൻ ഇഴ്തികാഫിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഫഅതൈതുഹു വസൂറുഹു ലൈലൻ, ഒരു രാത്രിയിൽ ഞാൻ പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫഹദ്ദസ്തുഹു സുമ്മ ഖുംതു, അങ്ങനെ ഞാൻ പ്രവാചകനുമായി സംസാരിച്ച് അവിടെ നിന്നു. ഫൻഖലബ്തു ലിയഖ്ലിബനി, ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരുകയാണ്. ആ സമയത്ത് പ്രവാചകൻ എന്നെ അനുഗമിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഫമർറ റജുലാനി മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ സമീപത്തുകൂടി നടന്നുപോയി. ഫലമ്മാ റഅയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ ഫഖാല നബിയോ, അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ധൃതിപ്പെട്ടത് കണ്ടപ്പോ അവരോട് പറയാൻ, ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്, ഇതാരാന്നറിയാമോ? ഇത് ഹുയയ്യിന്റെ മകൾ സഫിയയാണ്. അത് കേട്ടപ്പോ ഫഖാല, അവർ മറുപടി പറഞ്ഞു, സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ്. ആശയം നമുക്ക് വളരെ വ്യക്തമാണ്. നടന്നുപോയ ചെറുപ്പക്കാര് പ്രവാചകൻ തന്റെ ഭാര്യയോട് സംസാരിച്ചു നിൽക്കുന്ന രംഗം കണ്ടു എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായപ്പോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെന്റെ ഭാര്യ സഫിയാണ്. അവർ പറയുന്നു, സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാൻ മജ്റദ്ദം, മനുഷ്യ ശരീരത്തിൽ രക്തപ്രവാഹം കണക്കെ പിശാച് സഞ്ചരിക്കും. വ ഇന്നി ഖശീതു അൻ യുഖദിഫ ഫീ ഖുലൂബികുമാ സൂഅൻ ഔ ഖാല ശൈഅൻ, നിങ്ങളുടെ മനസ്സിൽ പിശാച് ഒരു വിപത്ത് സൃഷ്ടിക്കുന്നത്, ഒരു തിന്മയുടെ വിചാരം ഉണ്ടാക്കുന്നത് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമാക്കി തന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. ഒന്ന്, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി കൊടുക്കണം. രണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. ഇവിടെ ഈ രണ്ടുപേരുടെയും മനസ്സിൽ റസൂലിനെ കുറിച്ച് ഒരു ദുശ്ചിന്തയുമില്ല, പക്ഷേ പിശാച് അവിടെയും പണിയെടുക്കാം. ആയിഷ ബീവി എന്ന വിശുദ്ധയായ സ്ത്രീയുടെ കാര്യത്തിൽ പിശാച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ അത് സംഭവ്യമാണ്. അതുകൊണ്ട് സൂക്ഷ്മത ആ കാര്യത്തിൽ അങ്ങേയറ്റം ഉണ്ടാവുക എന്നതാണ്. മനസ്സ് എല്ലാ അർത്ഥത്തിലും വിശുദ്ധമാകണമെന്ന് താല്പര്യപ്പെടുന്ന മതമാണ് ഇസ്ലാം. അത് മറ്റൊരാളുടേത് നമുക്ക് വിലയിരുത്താനും സാധ്യമല്ല. സലഫുകളായ പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണമുണ്ടെങ്കിൽ നിന്റെ സഹോദരന്റെ വിഷയത്തിൽ ഒരു 70 ഉതിറെങ്കിലും നീ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പള്ളിക്കീയിൽ മറ്റയാളെ കണ്ടില്ല, ജമാഅത്തിന് സുബീക്ക് കണ്ടില്ല, നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ കമന്റ് പറയും, പള്ളിക്കമ്മിറ്റി ഭാരവാഹിയൊക്കെയാണ്, മൂപ്പര് ജമാഅത്തിന് എത്തിയിട്ടില്ല.
ആ സാധു ചിലപ്പോൾ 4 മണിക്ക് വണ്ടി ഏർപ്പാട് ചെയ്ത് ദൂരസ്ഥലത്തേക്ക് യാത്ര പോയിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടായിരിക്കും പോയത്. വഴിയിൽ നിന്ന് എവിടുന്നോ സുബി നിസ്കരിച്ച് പോയിട്ടുണ്ടാവും. ഈ പറയുന്നവന് അന്നത്തെ ദിവസം സുബീന്റെ സുന്നത്ത് പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഊഹം കണക്കാക്കുകയാണ്, മൂപ്പരിന്ന് പള്ളിയിലെത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെക്കിടയിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു സംഭവം അദ്ദേഹം പറയാണ്, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു ശത്രുവിനെ യുദ്ധഭൂമിയിൽ ഞാൻ പിന്തുടർന്നു. ആ ശത്രുവിനെ ഞാൻ വധിക്കാൻ അടുത്ത സമയത്ത് അയാൾ വാള് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ ഞാൻ ആ ശത്രുവിനെ വധിച്ചു കളഞ്ഞു. വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ താങ്കൾ അദ്ദേഹത്തെ വധിച്ചത്? രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ടാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന ധാരണയോടുകൂടിയാണ് ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടുകൂടി ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ താങ്കൾ അദ്ദേഹത്തെ വധിച്ചത്? ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി, യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഅവ്വിദൻ, അതേ റസൂലേ, അദ്ദേഹം നിസ്സഹായനായ ഒരു ഘട്ടമായിരുന്നു അത്. ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോ കലിമ ചൊല്ലിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് വീണ്ടും ഫഖാൽ, റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ തവണയും വീണ്ടും ആവർത്തിച്ചുള്ള ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ നീ അവനെ വധിച്ചു കളഞ്ഞത്? ഖാൽ, അദ്ദേഹം പറയാണ്, ഫമാ സാല യുകർരിറുഹാ അലയ്യ ഹത്താ തമന്നൈതു അന്നി ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം, ആ ദിവസത്തിന്റെ മുമ്പ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുമാറ് അത്രയും തവണയാണ് ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ നീ ആ പാവത്തെ കൊന്നുകളഞ്ഞത് എന്ന്. സഹോദരങ്ങളെ, ഒരാളുടെ മനസ്സറിയാൻ നമുക്കറിയില്ല. മനസ്സറിയുന്നവൻ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ഹുസ്നുൽ ലന്ന്, നല്ല വിചാരം വെച്ചു പുലർത്തുക, മനസ്സിൽ ദുശ്ചിന്തകൾ കടന്നു വരാതിരിക്കുക. സൂഉൽ ലന്നിന്റെ പ്രധാനമായ കാരണങ്ങൾ എന്താണ്? മനസ്സിൽ പാപങ്ങൾ നിറയല. നമ്മിലുള്ള ഒരു തിന്മയാണ് നമ്മൾ എപ്പോഴും മറ്റൊരാളിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നമുക്ക് മനസ്സിലാക്കാം, ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് വേറൊരാളെ കുറിച്ച് പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അസാന്നിധ്യത്തിൽ അയാൾ നമ്മളെക്കുറിച്ചും പറയും എന്നുള്ളത്. അപ്പം മനസ്സിൽ പാപങ്ങൾ നിറയുമ്പോഴാണ് അത് മറ്റൊരാളിലും നമ്മൾ സംശയിക്കുക. നമ്മുടെ മനസ്സ് ശുദ്ധാണെങ്കിൽ വേറൊരാളാ തെറ്റിന് പോകുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകില്ല. നമ്മൾ ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ തിന്മകൾ വെച്ചു പുലർത്തുന്നവരാകുമ്പോഴാണ് മറ്റൊരാളുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും നമ്മിൽ സംശയം ഉണ്ടാവുക. രണ്ടാമത്തേത് മുൻവിധികളാണ്, പ്രജുഡിസ് എന്ന് പറയും. എല്ലാ കാര്യങ്ങളിലും മുൻധാരണകൾ വെച്ചു പുലർത്തുക. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിൽ, അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങളിലൊക്കെ സംഘർഷങ്ങൾക്കൊക്കെ കാരണമായി തീരാറുള്ളത് ഈ മുൻവിധികളാണ്. ഉമ്മ ചിലപ്പോ അലക്കാതെ അവിടെ വെച്ചത് 2 ദിവസം ഒന്നിച്ച് അലക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പുറത്തുനിന്ന് മരുമകള് മനസ്സിലിങ്ങനെ വിചാരിക്കും, അത് ഞാൻ എടുത്തിട്ട് അലക്കാൻ വേണ്ടിയ ഉമ്മ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഉമ്മയുടെ സൽവിചാരമാകാം, പക്ഷെ മകളുടെ മനസ്സിൽ അത് ദുഷ്വിചാരമായി മാറി. അതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ 2 ദിവസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാനായിട്ട് കഴിഞ്ഞുകൂടും. നല്ല ചിന്തകൾ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഭിന്നതകൾക്കും കുഴപ്പങ്ങൾക്കും കാരണമാകും. അതിന് കാരണം മുൻവിധികൾ വെച്ച് പുലർത്തുന്നത്. അത് ഓഫീസിലാകട്ടെ, തൊഴിൽശാലയിലാകട്ടെ, കച്ചവട സ്ഥാപനത്തിലാകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയാണെങ്കിലും മുൻധാരണകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മൂന്നാമത്തെ പ്രശ്നം അസൂയയാണ്. മറ്റുള്ളവരോടുള്ള അസൂയ വർദ്ധിക്കുമ്പോൾ, അവർ മെച്ചപ്പെടുന്നത് കാണുമ്പോൾ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കാണുമ്പോൾ അത് സഹിക്കാനുള്ള മനസ്സിന്റെ വിശാലത ഇല്ലായ്മയാണ് എപ്പോഴും. അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ കേൾക്കുന്ന ആളൊന്ന് മൂളും, എന്നിട്ടൊരു അപ്പൊ മറ്റാൾ മനസ്സിലാക്കും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നുകൂടി ചിലപ്പോൾ പറയും, നിനക്ക് മുഴുവൻ അറിയില്ല എന്ന് പറയും. അപ്പൊ മറ്റവൻ ധരിക്കും ഇയാളുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെയോ കുറെ കുഴപ്പങ്ങളുണ്ട്. അങ്ങനെയാണല്ലോ കല്യാണാലോചനകൾ വരുമ്പോൾ പോലും അങ്ങനെ. നമ്മുടെ നാട്ടിലൊക്കെ വാഹന സൗകര്യം വർദ്ധിക്കുന്നതിന് മുമ്പ് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവും. അവിടെ കുറെ പ്രായമായ ആളുകൾ ഇരിക്കും. ഞാൻ ഒരിക്കലും പ്രായമായ ആളുകളെ മോശമാക്കി പറയല്ല. ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സാധു അവിടെ വന്നിറങ്ങും, സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ എവിടെ വന്നാണ്? ഞാൻ ഇന്നടുത്തൊരു പെൺകുട്ടി ഉണ്ടല്ലോ, എൻ്റെ മകൻ്റെ ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണ്.
അത് മതി. അപ്പൊ മറ്റാൾ മനസ്സിലാക്കും ഇതെന്തോ ഒരു കുഴപ്പമുള്ള കേസ്. രണ്ടാമതൊരാളോട് ചോദിക്കാൻ പോലും പോകില്ല. ഒരു മൂളല് മതിയാകും, അല്ലെങ്കിൽ അതാണോ എന്നൊരു ചോദ്യം മതിയാകും, അർത്ഥം വെച്ചുള്ള ഒരു വാക്ക് മതിയാകും. ഇത് നേരെ പോകരുത്, കുഴപ്പമുണ്ടാകണം, പിരിഞ്ഞു പോകണം എന്ന് മാത്രമായിരിക്കും ചിന്തയാഗ്രഹം ഉണ്ടാകും. ഇതൊക്കെ പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്നത് അസൂയ കാരണമാണ്. മറ്റവർക്കൊരു നന്മ വരുന്നത്, ഒരു ഗുണമുണ്ടാകുന്നത് സഹിക്കാൻ സാധ്യമാകാതെ പോകുന്നത്. അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ സമീപനം. ഒന്നിച്ചു പ്രവർത്തിച്ചവരായിരിക്കും, പാർട്ടിയിൽ, സംഘടനയിൽ, കമ്മിറ്റിയിലൊക്കെ. പക്ഷെ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അല്പമൊന്ന് അകന്നു കഴിഞ്ഞാൽ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യാത്ത, സലാം പറയുന്നത് പരമാവധി എങ്ങനെ ഒഴിവാക്കാം എന്ന രൂപത്തിൽ വഴിമാറി സഞ്ചരിക്കുന്ന അവസ്ഥകൾ വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മറ്റവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തകരാറുണ്ടോ എന്ന് കണ്ടാൽ അത് വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ അതെങ്ങനെ പരമാവധി പ്രചരിപ്പിക്കാം. എന്റെ സംഘടനയിൽപ്പെട്ടവനല്ല, എന്റെ പാർട്ടിയിൽപ്പെട്ടവനല്ല എങ്കിൽ ഏത് പുഴുക്കുത്തുകളും ഏത് തിന്മകൾക്കും ഞാൻ പ്രചാരണം നൽകണം എന്ന വിധത്തിലുള്ള ധാരണകൾ, അന്ധമായ രൂപത്തിലുള്ള സംഘടനാ കക്ഷിത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഇടുങ്ങിയ ചിന്താഗതികളുമൊക്കെ ഈ വിധത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള അധമചിന്ത വെച്ചു പുലർത്താൻ പലപ്പോഴും കാരണമായി തീരുന്നതാണ്. ഇതേ വിധത്തിൽ തന്നെ മുൻധാരണ വെച്ചു പുലർത്തുക, പലപ്പോഴും മുൻ അഭിപ്രായം മാറ്റാതെ നിലകൊള്ളുക. നമുക്കറിയാം, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സഹാബത്തിന്റെ ജീവിതത്തിൽ പലരുടെയും പല തിന്മകളുണ്ടായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അയാൾ സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവനായി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. എല്ലാം പൊറുക്കുന്ന പടച്ചവനും ഒട്ടും പൊറുക്കാത്ത മനുഷ്യരും എന്നൊരു പ്രയോഗമുണ്ട്. പടച്ചവനൊക്കെ പൊറുക്കുന്നവനാണ്, പക്ഷെ മനുഷ്യർ പൊറുക്കൂല. ഒരാൾ നന്നായി ജീവിക്കാൻ തുടങ്ങിയാലും പിന്നെയും പറയും, അവനോ അവന്റെ കഴിഞ്ഞകാല ജീവിതം എങ്ങനെയെന്നറിയോ, അന്നത്തെ യുവ കാലഘട്ടം എങ്ങനെയാണെന്നറിയോ, വാർദ്ധക്യത്തിലെത്തി നന്നാകാൻ ശ്രമിച്ചാലും പഴയ കാലത്തെ തിന്മകളെ കുറിച്ച് എടുത്തു പറഞ്ഞാൽ അവൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അവനൊക്കെ എന്നാ നിസ്കാരം തുടങ്ങിയത് എന്ന രൂപത്തിലുള്ള, അഥവാ കഴിഞ്ഞ കാലത്തെ കുറിച്ച് മുൻ അഭിപ്രായങ്ങളെ മാറ്റാൻ സന്നദ്ധമാകാതെ പോകുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ദുഷ്ചിന്തകളുടെ ഭാഗമായിട്ടുള്ള, അതിന് വിപരീതമായി ഹുസ്നുള്ളന്, നല്ല വിചാരവും നല്ല ചിന്തകളും എങ്ങനെ ഉണ്ടാക്കാം? ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അമിതമായി ഇടപെടാതിരിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നി. തന്നെ ബാധിക്കാത്ത പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്, അതിൽ തലവെക്കാതിരിക്കുക എന്നത് ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്ന ഉത്തമ ഗുണത്തിൽപ്പെട്ടതാണ്. ഞാൻ എന്തിനു വെറുതെ അതിൽ പോയി ഇടപെടണം? അങ്ങാടിയിൽ നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും നാട്ടിലുണ്ടാകുന്ന മുഴുവൻ ഇഷ്യൂകളിലും അതിലൊക്കെ ചെന്ന ആളാവുക, എല്ലാത്തിലും ചെന്ന് ഇടപെടുക, എല്ലാത്തിലും ചെന്ന് അഭിപ്രായം പറയുക, ഈ സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക, അതേപ്രകാരം സമൂഹത്തിൽ ഗുണകരമായ പര്യവസാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ മുഴുവൻ ഇടപെടുക എന്നതല്ലാതെ എല്ലാത്തിലും തലവെച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഈ വിധത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതിന് പകരം മനസ്സിന്റെ മാലിന്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണമായി തീരും. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എപ്പോഴും മറ്റുള്ളവരെ ചീത്ത പറയാനും മറ്റുള്ളവരെ പരിഹസിക്കാനും ഇബത്ത് പറയാനൊക്കെ നമ്മൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നല്ലവനാണ് എന്ന ധാരണ എന്നിൽ വരുമ്പോഴാണ്. എന്നൊരു പ്രയോഗമുണ്ട് പടച്ചതമ്പുരാൻ പഠിപ്പിച്ച, ഇസ്തഗ്ന, ഞാൻ തരക്കേടില്ല എന്നുള്ള ചിന്ത. ഞാൻ തരക്കേടില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരായി മാറുന്നത്. നേരെ മറിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കുത്തേറ്റ് മരണവക്രത്തിൽ സക്കറാത്തിൽ മൗത്തിൽ എത്തിയ സമയത്ത് പോലും ആ ചുണ്ടു മന്ത്രിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. നമസ്കാരം എന്ന ചിന്ത വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വല്ല ഫർളിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ? ഉമറും ഫിൽ ജന്ന എന്ന് റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടിട്ടും നടന്നു പോകുമ്പോ തന്നേക്കാൾ പ്രായമുള്ള ആളുകളുടെ കണ്ടാൽ കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഈ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ ഈ ഉമറിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ സാധിച്ച ആളാണ്, എന്നേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കാനിടയുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേ അമീറുൽ മുഅ്മിനീൻ നടന്നു പോകുമ്പോ കൊച്ചു കുട്ടികളെ കണ്ടാൽ കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഈ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ കുറഞ്ഞ കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ,
ജീവിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ എന്റെ അത്ര പാപങ്ങൾ തിന്മകൾ ചെയ്തിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഈ ഉമർ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആർക്കാ അങ്ങനെ പറയാൻ സാധിക്കുക? ഞാൻ ഒന്നുമല്ല എന്ന വിനയത്തിന്റെ പാരമ്യതയിലെത്തിയൊരു മനുഷ്യനാണ്. അത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴേ മറ്റുള്ളവരെ കുറിച്ച ഔന്നത്യ ചിന്ത, ഉന്നതമായ വിചാരം വെച്ചു പുലർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഞാൻ എല്ലാം തികഞ്ഞവൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ മോശവും കൊള്ളരുതായ്മകളും ചികഞ്ഞു നടക്കുന്ന സ്വഭാവം നമ്മിൽ വന്നു ചേരുക. അതോടൊപ്പം മറ്റുള്ളവരുടെ നന്മയിലും അവരുടെ സന്തോഷത്തിലും നേട്ടത്തിലും സന്തോഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി തീരുക എന്നതാണ്. അതോടൊപ്പം നിരന്തരമായി നമ്മിൽ ഉണ്ടാകണം പ്രാർത്ഥന. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എന്റെ മനസ്സിന് നീ സൂക്ഷ്മതാ ബോധം നൽകണമേ, തഖ്വ എന്നിൽ ഉണ്ടാക്കണമേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ. നീ എന്റെ മനസ്സിനെ സംസ്കരിക്കണമേ. സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ്. അൻത വലിയുഹ വമൗലാഹ. തീർച്ചയായും അതിന്റെ ഉടമനയും അതിന്റെ അധികാരിയും നീയാണ്. എന്റെ മനസ്സൊക്കെ നിന്റെ നിയന്ത്രണത്തിലാ. നിനക്ക് മാത്രമേ അത് നന്നാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല മനസ്സിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥന നിരന്തരമായി നിർവഹിക്കുക. അതോടൊപ്പം മനുഷ്യ സ്വഭാവത്തിലെ വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്. ചിലപ്പോൾ 100 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും യാത്രക്ക് പറ്റിയ ഒന്നുപോലും ഉണ്ടാകില്ല. മനഃശാസ്ത്രത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു പ്രയോഗമുണ്ട്. ഓരോ വ്യക്തിയും ഈവൻ ഐഡന്റിക്കൽ ട്വിൻസ് ആർ നോട്ട് ഐഡന്റിക്കൽ എന്നാണ്. അഥവാ സമരൂപയുഗ്മങ്ങളായി പറന്ന 2 ഇരട്ടകൾ പോലും എല്ലാത്തിലും ഒരേപോലെയാകണമെന്നില്ല. മനുഷ്യർ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് അൻസിലുന്നാസ മനാസിലഹും, ഓരോരുത്തരെയും വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക. ഓരോരുത്തർക്കും കൽപ്പിച്ചു നൽകേണ്ടുന്ന സ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകുക. ഓരോരുത്തരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് അയാൾ അങ്ങനെയാകാം, അത് അയാളുടെ വ്യക്തിത്വം, ഇയാൾ ഇങ്ങനെയാകാം, അത് അയാളുടെ വ്യക്തിത്വം എന്ന നിലക്ക് സമൂഹത്തിലെ വ്യക്തികളുടെ സ്വഭാവ ജീവിത രീതികളിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമയായി തീരുക. ഇങ്ങനെ ഹുസ്നുൽ ദന്ന്, സൽവിചാരം നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറും. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് അതിൽ ബേജാറായി അതിൽ അസൂയ മൂക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ സമാധാനമാണ് നഷ്ടപ്പെട്ടു പോവുക. നേരെ മറിച്ച് ഹുസ്നുൽ ദന്നുള്ള സൽവിചാരമുള്ള ഒരു മനസ്സിന്റെ ഉടമയാകുമ്പോൾ സന്തോഷവും ആരോഗ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് സാധ്യമായി തീരും. പിന്നെ അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവനായി മാറും. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിൽ നമ്മൾ വലിയവരെന്നതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നായേക്കാളും അതുപോലെ തന്നെ പന്നിയേക്കാളും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ മ്ലേച്ഛരാകുന്ന അവസ്ഥയിലായി തീരും. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ, മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല വിചാരം വെച്ചു പുലർത്താൻ, സ്വന്തത്തെക്കുറിച്ചുള്ള ആത്മപരിശോധന എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഉള്ളും പുറവും പരിശുദ്ധമാക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സംശുദ്ധമായ ഒരു മനസ്സ് കാത്തു സൂക്ഷിച്ച് നഫ്സ് മുത്മയിന്നയായി റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന അതീവ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൽവിചാരങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട് അഇമ്മത്തുൽ മുസ്ലിമീൻ ആമ്മത്തിഹിം, മുസ്ലിം സമൂഹത്തിലെ നേതാക്കളും പൊതുജനങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തമമായ വിചാരങ്ങൾ വെച്ചു പുലർത്തുന്ന മനസ്സിന്റെ ഉടമകളാകാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അവിടുന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, അവിടെ ഉപയോഗിച്ച വാക്ക് ഷഹ്റുല്ലാ എന്നാണ്. മുഹറം മാസം അള്ളാഹുവിന്റെ മാസമാണ്. ആ പ്രയോഗം അതിന്റെ മഹത്വം സൂചിപ്പിക്കുന്നതാണ്. ആ മാസവുമായി ബന്ധപ്പെട്ട 9
10 ദിവസങ്ങളിലെ നോമ്പിന്റെ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കുക. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിനങ്ങളിലെ നോമ്പിന്റെ അനുഷ്ഠാനം, അതിൽ വീഴ്ചകൾ സംഭവിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം വിശ്വാസികൾക്ക് മുഹറം നൽകുന്ന ജീവിതത്തിലെ പ്രതീക്ഷകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന രാജ്യം നമുക്കറിയാം, ബഹുമത സമൂഹം, മുസ്ലിം സമൂഹം ന്യൂനപക്ഷമായ ഒരു രാഷ്ട്രമാണ്. പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമീപനങ്ങളിൽ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമ്മിൽ പലപ്പോഴും സംഭവിക്കാം. പക്ഷേ വിശ്വാസത്തിന്റെ ദൃഢത, അതിന് അല്ലാഹു നൽകുന്ന സഹായം, അതാണ് മുഹറം നൽകുന്ന ഏറ്റവും പ്രധാന സന്ദേശം എന്നുള്ളത് നാം ഉൾക്കൊള്ളണം. സൂറത്തു ഖസസ് 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. മഹാനായ മൂസാ അലൈഹിസ്സലാം ഖിബ്തികളുടെ പീഡനത്തിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തെ രക്ഷപ്പെടുത്തിയ സുദിനമാണ് മുഹറം 10. ആ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫു ഫിൽ അർദ്. ഈ ഭൂമിയിൽ ദുർബലരായി കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ നാം ഉദ്ദേശിക്കുന്നു എന്ത്? അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ. വനജഅലഹും അഇമ്മതൻ, അവരെ നേതാക്കളാക്കി മാറ്റാൻ. വനജഅലഹുൽ വാരിസീൻ, അവരെ അധികാരത്തിന്റെ അനന്തരാവകാശികളാക്കി മാറ്റാൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് അല്ലാഹു പഠിപ്പിച്ചിരിക്കുകയാണ്. എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ കീഴടക്കിയത്. ആ കീഴടക്കലിന്റെ പ്രേരക ശക്തി ആയുധബലമായിരുന്നില്ല, ആളുടെ എണ്ണപ്പെരുപ്പമായിരുന്നില്ല, ഭൗതികമായ വിഭവങ്ങളായിരുന്നില്ല, മറിച്ച് വിശ്വാസത്തിന്റെ കരുത്തായിരുന്നു. സ്രഷ്ടാവായ അന്നം നൽകുന്ന ജീവിത വിഭവങ്ങൾ നൽകിയ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അതുകൊണ്ട് നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ദിവസം പലതവണ പറഞ്ഞ് ആ അല്ലാഹുവിനെ ജീവിതത്തിലെ ബാക്കി ഏത് കാര്യങ്ങളെക്കാളും വലുതായി സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലാഹു നമ്മളെ സഹായിക്കും. അതാണ് ബദർ നൽകിയ പാഠം. ആയുധത്തിന്റെ ശക്തിയല്ല, എണ്ണപ്പെരുപ്പമല്ല, അല്ലാഹുവിന്റെ സഹായം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിത വിജയം, പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധ്യമായി തീർന്നത്, തീയെ തണുപ്പാക്കി മാറ്റിയത്. യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹു പറയാൻ കാരണം ആ വിശ്വാസത്തിന്റെ കരുത്താണ്. മദിയനിലെ മരുഭൂമിയിൽ നിസ്സഹായിയായി നിന്ന, പിന്തുണയ്ക്കാൻ ഒരാളുമില്ലാത്ത മൂസാ അലൈഹിസ്സലാമിന് ഇണയെയും ജോലിയും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ അല്ലാഹു നൽകിയത് ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ്. മത്സ്യത്തിന്റെ വയറ്റിലായി തീർന്ന യൂനുസ് അലൈഹിസ്സലാമിനെ 40ഓളം നാൾ ആ മത്സ്യ വയറ്റിൽ താമസിപ്പിച്ച് കരയിലേക്ക് അല്ലാഹു രക്ഷപ്പെടുത്തിയത് ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ്. ആ കരുത്ത് ഞാനും നിങ്ങളും നേടിയെടുത്താൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനപ്പുറമുള്ള സഹായം നൽകി അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നതാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം മുന്നിൽ വെച്ച് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ സന്ദേശമാകണം ഈ മുഹറം നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ രംഗത്ത് ഒന്നുകൂടി മാറ്റുരച്ച് കൂടുതൽ കൂടുതൽ ആവേശഭരിതരായി ഇബാദത്തുകളിൽ കൂടുതൽ താല്പര്യങ്ങൾ കാണിച്ച് ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം കണ്ടെത്തി ഈ മാസത്തിന്റെ പുണ്യവും പവിത്രതയും പരമാവധി നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. എല്ലാ നിലക്കുമുള്ള വിശ്വാസ വ്യതിചലനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സന്തതികളെയും എല്ലാ നന്മകളുടെയും കാര്യത്തിൽ പരിശീലനം നൽകി നമ്മുടെ കൂടെ നിർത്തുക. തിന്മയുടെ ശക്തികൾക്കെതിരെ റബ്ബിനോട് ഇഖ്ലാസോടുകൂടി നിരന്തരമായി നാം പ്രാർത്ഥിക്കുക. അള്ളാഹുവിനിൽ നിന്നുള്ള സഹായം ലഭിക്കത്തക്ക നിലക്ക് വിശ്വാസത്തെ ശുദ്ധീകരിക്കുക, കർമ്മങ്ങളെ ശുദ്ധീകരിക്കുക, സമ്പത്തിനെ ശുദ്ധീകരിക്കുക, ലൈംഗിക ജീവിതത്തെ ശുദ്ധീകരിക്കുക, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളെയും നാം ശുദ്ധീകരിക്കുക. ആ സമയം അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നതാണ് മുഹറം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനമായ പാഠം. ഇത് നഹ്സിന്റെതല്ല, അത് പിന്നീട് പലരും എഴുതി ചേർത്തതാണ്. വിവാഹം തീരുമാനിക്കുമ്പോൾ, ആഘോഷങ്ങൾ തീരുമാനിക്കുമ്പോൾ മുഹറം മാസം പരിശുദ്ധമായ ഷഹ്റുല്ലാ എന്ന് അല്ലാഹു പഠിപ്പിച്ച മാസം, അത് നഹ്സിന്റെ മാസം എന്ന് പറയുന്ന ആ നിലക്കുള്ള ദുർവ്യാഖ്യാനങ്ങൾ നൽകിയത്
പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിഭാഗങ്ങളാണ്. അതുകൊണ്ട് നെല്ലും പതിരും വേർതിരിച്ച് അക്കാര്യത്തിൽ നാം മനസ്സിലാക്കുകയും ഈ മാസത്തിന്റെ പുണ്യം ഉൾക്കൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥൻ ദീൻ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അത് നടപ്പാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന അതീവ ഭാഗ്യവാന്മാരായ റബ്ബിന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹ്. അല്ലാഹുമ്മ അരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ്. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.